ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള 4 മത്സരങ്ങളുടെ T20 പരമ്പരയിൽ ഇന്ത്യ 3-1 സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അവസാന T20 മത്സരത്തിൽ സഞ്ജു സാംസന്റെയും തിലക് വർമ്മയുടെയും ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം ജോഹന്നാസ്ബർഗിലെ വാണ്ടറേഴ്സ് സ്റ്റേഡിയത്തിൽ സിക്സറുകളുടെ ഒരു പെരുമഴ തന്നെ തീർക്കാനായിട്ട് ഇരുവർക്കും സാധിച്ചിരിക്കുകയാണ്. 135 റൺസിനാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഒരു T20 മത്സരത്തിൽ 135 റൺസിൻ്റെ വിജയം എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദിന മത്സരത്തിൽ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് മത്സരത്തിൽ 135 റൺസിൻ്റെ ഒരു മാർജിനിൽ ഒരു ടീം ജയിക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് വലിയ ഒരു അതിശയോക്തിയായിട്ട് തോന്നാറില്ല. പക്ഷേ ഒരു 2020 മത്സരത്തിൽ ആകെ നേടുന്നത് 200 റൺസോ അല്ലെങ്കിൽ മാക്സിമം നേടാൻ കഴിയുന്നത് 250 റൺസൊക്കെയാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു 135 റൺസിൻ്റെ ഒരു വിജയം നേടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഏതായാലും ആദ്യ മത്സരത്തിലും രണ്ടാമത്തെ മത്സരത്തിലും മൂന്നാമത്തെ മത്സരത്തിലും ഒക്കെ കാഴ്ചവെച്ച ഒരു ആക്രമിച്ച് കളിക്കുന്ന ഒരു ശൈലി തന്നെയാണ് ഇന്ത്യൻ ബാറ്റിംഗ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തുടരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതായാലും ഈ മത്സരത്തിലും ടോസ് ജയിച്ച സൂര്യകുമാർ യാദവ് ഈ ഒരു പരമ്പരയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു ടോസ് ജയിക്കുന്നത്. ആ ടോസ് ജയിച്ച ഉടനെ തന്നെ അദ്ദേഹം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. കാരണം വാണ്ടറേഴ്സിലെ പിച്ച് എന്ന് പറയുന്നത് ബാറ്റർമാരെ അത്രയ്ക്ക് അനുകൂലിക്കുന്ന ഒരു പിച്ച് ആയിരുന്നത് കൊണ്ടാണ് ഇരു ക്യാപ്റ്റന്മാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതായത് ടോസിന് ശേഷം എയ്ഡൻ മാർക്രാമിൻ്റെ കമൻറ്റും അതുതന്നെയായിരുന്നു. അവരും ടോസ് ജയിക്കുകയാണെങ്കിൽ ബാറ്റിംഗ് തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹവും പറഞ്ഞത്. ഏതായാലും ആദ്യ ഒരു ബാറ്റ് ചെയ്യുന്ന ടീമിനുള്ള ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു 8:30 മണിക്കാണല്ലോ മത്സരം ആരംഭിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3.5 മണിക്കൂർ പുറകിലാണ് ഈ ജോഹന്നാസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ ഒരു 5 മണി എന്ന് പറയുന്ന സമയമാണ്. 5 മണി സമയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെയിലെല്ലാം ഒന്ന് മാറി നല്ലൊരു കണ്ടീഷനിലാണ് ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാനായിട്ട് ലഭിച്ചത്. ബൗളർമാർക്ക് വലിയ ആനുകൂല്യങ്ങളൊന്നും ആ സമയത്ത് ലഭിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. വൈകിട്ട് 5 മണി എന്ന് പറയുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് മുതലാക്കാനായിട്ട് ആദ്യം തന്നെ സഞ്ജു സാംസണും അതുപോലെ അഭിഷേക് ശർമ്മയ്ക്കും സാധിക്കുകയും ചെയ്തു. രണ്ടുപേരും ആദ്യം തൊട്ട് ആക്രമിച്ച് കളിക്കുന്ന ഒരു ശൈലിയായിരുന്നു. ഫസ്റ്റ് ഓവറിൽ കുറച്ചൊരു സ്വിംഗ് ഒക്കെ മാർക്കോ യാൻസിന് കിട്ടിയിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ 2 മത്സരത്തിലും സഞ്ജു സാംസനെ ബൗൾഡ് ആക്കാനായിട്ട് മാർക്കോ യാൻസിന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ ആദ്യത്തെ 1-2 ഓവർ അദ്ദേഹം കുറച്ച് ശ്രദ്ധിച്ചാണ് ബാറ്റ് ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഷോർട്ട് പിച്ച് ഡെലിവറി അദ്ദേഹത്തിൻ്റെ ഒരു ഫീറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗർ മൂവ്മെൻറ്റ് എന്ന് പറയും. സഞ്ജു സാംസന്റെ ആ ഒരു ട്രിഗർ മൂവ്മെൻറ്റ് വളരെ എക്സലൻ്റ് ആയിരുന്നു. അദ്ദേഹം ആ ബാക്കിലേക്ക് ഒരുപാട് ക്രീസ് യൂസ് ചെയ്യുന്നു. അതായത് ആ വിക്കറ്റിൻ്റെ അടുത്ത് വരെ പോയിട്ട് അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ലെഗിൻ്റെ ടോ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് അതായത് ഫ്രണ്ടിലേക്ക് ഓപ്പൺ ആക്കി വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈല് കുറേ നാളുകളായിട്ട് ഇങ്ങനെയാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ബാറ്റ് ചെയ്യുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് പിച്ച് വരുന്ന ബോളുകളെ അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് ഹൈറ്റിന് മുകളിൽ വരുന്ന ബോളുകളെ ഈസി ആയിട്ട് ഒരു സ്ക്വയർ ലെഗ് ബൗണ്ടറിക്ക് മുകളിലൂടെ 6 നേടാനും അല്ലെങ്കിൽ കട്ട് ഷോട്ട് കളിക്കാനും ഒക്കെ അദ്ദേഹത്തിന് വളരെ ഈസി ആയിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഏതായാലും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം ഈ കഴിഞ്ഞ ഒരു 5 ഇന്നിങ്സ് ഇപ്പോൾ ഈ നടന്ന 4 T20 മത്സരങ്ങളും അതുപോലെ ഇതിനു മുമ്പ് അവസാനമായിട്ട് ബംഗ്ലാദേശുമായിട്ട് കളിച്ച T20 മത്സരവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ 5 ഇന്നിങ്സുകളിൽ അദ്ദേഹം 3 സെഞ്ചുറികളാണ് നേടിയിരിക്കുന്നത്. ഇപ്പോൾ സെഞ്ചുറികളുടെ ഒരു നേട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയിരിക്കുന്ന T20 താരം എന്ന് പറയുന്നത് രോഹിത് ശർമ്മയാണ്. അദ്ദേഹം 5 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ സൂര്യകുമാർ യാദവ് 4 സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. അടുത്തത് ഇപ്പോൾ സഞ്ജു സാംസൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. അദ്ദേഹം 3 സെഞ്ചുറികൾ നേടിക്കഴിഞ്ഞു. ഈ 5 ഇന്നിങ്സിലാണ് ഈ 3 സെഞ്ചുറികൾ നേടിയത്. ബാക്കി അതിൻ്റെ ഇടയിൽ വന്ന 2 ഇന്നിങ്സുകൾ അദ്ദേഹം 0 മടങ്ങുകയും ചെയ്തിരുന്നു. എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം. 6 അടിക്കുന്നത് ഇത്ര ഈസി ആണ് എന്ന് തോന്നിക്കുന്നില്ല. എന്തൊക്കെ റെക്കോർഡുകളാണ് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ ഇന്ത്യൻ ടീം ഈ മത്സരത്തിൽ നേടിയതെന്ന് ഒരുപാട് റെക്കോർഡുകളാണ്. നല്ലൊരു തുടക്കം നൽകാനായിട്ട് രണ്ടുപേർക്കും സാധിച്ചു. അൺഫോർച്ചുനേറ്റ്ലി അഭിഷേക് ശർമ്മ ഇടയിൽ ഔട്ടായി. പിന്നീട് 1-down പൊസിഷൻ ചോദിച്ച് മേടിച്ച തിലക് വർമ്മ. നമ്മൾ പല ഇൻ്റർവ്യൂസിലും സൂര്യകുമാർ യാദവ് പറയുന്നത് കേട്ടിരുന്നു. ആദ്യത്തെയും രണ്ടാമത്തെയും T20 മത്സരം കഴിഞ്ഞ ശേഷം തിലക് വർമ്മ തൻ്റെ റൂമിലെത്തുകയും അദ്ദേഹം ഈ അടുത്ത മത്സരത്തിൽ അതായത് 3ാമത്തെ മത്സരത്തിൽ ഈ 1-down പൊസിഷനിൽ എന്നെ ബാറ്റ് ചെയ്യാൻ വിടുമോ എന്ന് സൂര്യകുമാറിനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയും അങ്ങനെയാണ് 3ാമത്തെ മത്സരത്തിൽ തിലക് വർമ്മ ഒരു 1-down പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വന്നത്. ആ മത്സരത്തിൽ അദ്ദേഹം ഒരു സെഞ്ചുറി നേടിയിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ വീണ്ടും അത് 2 സെഞ്ചുറികൾ കോൺസിക്യൂട്ടീവായിട്ടുള്ള 2 സെഞ്ചുറികൾ അദ്ദേഹം നേടിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രകടനവും അതുപോലെ തന്നെ എക്സലൻ്റ് ആയിരുന്നു. അവരുടെ ഏറ്റവും നല്ല ഒരു ബൗളറായിട്ടുള്ള കേശവ് മഹാരാജനെ തിരഞ്ഞു പിടിച്ച് അടിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് പ്രകടനം എന്ന് പറയുന്നത്. സിക്സറുകളുടെ ഒരു പെരുമഴ, ഇത്രയും അധികം സിക്സറുകൾ. അതായത് ഇന്ത്യയുടെ ഈ T20 ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ 22 സിക്സറുകളാണ് ഏറ്റവും അധികം ഒരു ഇന്നിങ്സിൽ നേടിയിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. ആ റെക്കോർഡ് ഇന്ത്യ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. 23 സിക്സറുകൾ ഈ ഒരു മത്സരത്തിൽ ഇന്ത്യക്ക് നേടാനായിട്ട് സാധിച്ചു. അതിൽ തിലക് വർമ്മ 10 സിക്സറുകളും സഞ്ജു സാംസൺ 9 സിക്സറുകളും
അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ 4 സിക്സറുകളും നേടിയിരിക്കുകയാണ്. ഒരുപാട് റെക്കോർഡുകളുണ്ട്, എല്ലാം ഇങ്ങനെ വഴിയെ പറഞ്ഞു പോകാമെന്നുള്ളതാണ്. ഏതായാലും ഇന്ത്യ 20 ഓവർ അവസാനിപ്പിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത് 283 ആയിരുന്നു. 73 റൺസിലാണ് അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നത്. അവിടെ നിന്ന് രണ്ടുപേരും ചേർന്നുള്ള ഒരു പാർട്ണർഷിപ്പ് 210 റൺസിന്റെ പാർട്ണർഷിപ്പ് ആയിരുന്നു സഞ്ജു സാംസണും അതുപോലെ തന്നെ തിലക് വർമ്മയും ചേർന്ന് നേടിയത് എന്നുള്ളതാണ്. ഈ 210 റൺസിന്റെ പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അത് നേടിയത് വെറും 86 ബോളുകളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം. സഞ്ജു സാംസന്റെ ഒരു വെടിക്കെട്ട് തുടങ്ങി, അതിനുശേഷം വീണ്ടും തിലക് വർമ്മ അത് ഏറ്റെടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആങ്കർ റോൾ പോലെയായി. സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 200-ന് മുകളിലായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. 200-ന് മുകളിലുള്ള ഒരു സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരാൾ ഒരു ആങ്കർ റോളിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. കാരണം അത്രയ്ക്ക് ആക്രമിച്ചിട്ടാണ് തിലക് വർമ്മ കളിക്കുന്നത് കണ്ടത്. സഞ്ജു 51 ബോളിൽ സെഞ്ചുറി തേച്ചപ്പോൾ തിലക് വർമ്മയ്ക്ക് സെഞ്ചുറി തേക്കാനായിട്ട് 41 ബോളുകൾ മാത്രമാണ് വേണ്ടി വന്നത് എന്നുള്ളതാണ്. ഏതായാലും രണ്ടുപേരുടെയും ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനം കണ്ടു. എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം സൗത്ത് ആഫ്രിക്കൻ ബൗളർമാരുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്, ഇത്രയും ഒരു ബാറ്റിങ്ങിന് അനുകൂലമായ വിക്കറ്റിൽ ഈ സ്ലോ ബോളുകൾ കൊണ്ട് ഒരു ബാറ്ററെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഒരു സ്ലോ ബോൾ എറിഞ്ഞാലും ഒരു കോൺക്രീറ്റ് പിച്ചിൽ എറിയുന്നത് പോലെ തന്നെ ബോൾ സ്കിഡ് ചെയ്ത് ബാറ്റിലേക്ക് വരും. അതും വേണമെങ്കിൽ ഈസി ആയിട്ട് ബാറ്റർമാർക്ക് സിക്സ് അടിക്കാം. അതിന് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. ഒരു പണ്ടത്തെ ഒരു തന്ത്രം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഏകദിന മത്സരങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ബോൾ ചെയ്യുന്നത് യോർക്കറുകളായിരുന്നു. അതായത് ഒരു നല്ലോണം ബാറ്ററുടെ കാലിൻ്റെ ആ ഒരു ഇടയിലേക്ക് കയറ്റി എറിയുന്ന ബോളുകളാണ് യോർക്കറുകൾ എന്ന് പറയുന്നത്. അങ്ങനെ എറിയുന്നതായിരുന്നു പണ്ടത്തെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. ആ ഒരു ഇതിലേക്ക് തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യോർക്കറുകൾ, ബുംറയെ നമ്മൾ കാണാറുണ്ട്. ബുംറയുടെ ഏറ്റവും നല്ലൊരു വെപ്പൺ എന്ന് പറയുന്നത് അതാണ്. എപ്പോഴും അദ്ദേഹം യോർക്കറുകൾ നന്നായിട്ട് ബൗൾ ചെയ്യുന്ന ഒരു ബൗളറാണ്. അതുകൊണ്ടാണ് പല മത്സരങ്ങളിലും അദ്ദേഹത്തിന് നല്ല മത്സരങ്ങളിൽ പോലും നല്ല ബാറ്റർമാർക്കെതിരെ നന്നായിട്ട് എറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു ഓവറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും മൂന്നും സിക്സറുകളൊക്കെ ഈ ബാറ്റർമാർ നേടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കയ്യിൽ നിന്ന് വിട്ടുപോയാൽ മാത്രമേ യോർക്കർ സിക്സ് അടിക്കാനായിട്ട് സാധിക്കുള്ളൂ. കറക്റ്റായിട്ട് ആ ലെങ്ത്തിൽ വീഴുകയാണെങ്കിൽ സിക്സ് അടിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കണം എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ ഫീൽഡിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഒരു 90s അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ 92 ലോകകപ്പിലൊക്കെ ആണല്ലോ ജോണ്ടി റോഡ്സിനെ പോലെയുള്ള ഫീൽഡർമാർ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. അന്ന് നമ്മൾ അത്ഭുതത്തോടെ നോക്കി കണ്ടിരുന്ന ഒരു ടീമായിരുന്നു സൗത്ത് ആഫ്രിക്ക. ഫീൽഡിംഗ് എസ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ ഒരു ഗ്രൗണ്ട് ഫീൽഡിംഗ്, ക്യാച്ചിങ്, അന്ന് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നതുകൊണ്ട് തന്നെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ സൗത്ത് ആഫ്രിക്കയുടെ ഗ്രൗണ്ട് ഫീൽഡിങ്ങും ഓസ്ട്രേലിയയുടെ ക്യാച്ചിങ്ങും ഇത് രണ്ടും അൾട്ടിമേറ്റ് ആണെന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് പലപ്പോഴും. അത് ജോണ്ടി റോഡ്സിനെ പോലെയുള്ള താരങ്ങൾ അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജോണ്ടി റോഡ്സ് ലോകം കണ്ട ഏറ്റവും മികച്ച ഒരു ഫീൽഡർ ആയിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അന്ന് സൗത്ത് ആഫ്രിക്കൻ ഫീൽഡിംഗ് എന്ന് പറയുന്നത്, ഗ്രൗണ്ട് ഫീൽഡിംഗ് എന്ന് പറയുന്നത് ഈ സ്ലൈഡിങ്ങും അതുപോലെയുള്ള ഈ ഡൈവിങ്ങും ഒക്കെ ആയിട്ട് ഏറ്റവും ഒരു കളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ടീമായിരുന്നു സൗത്ത് ആഫ്രിക്ക. പക്ഷേ ഇന്ന് അവർ അതിൻ്റെ ഒരു നിഴൽ മാത്രമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എത്ര ക്യാച്ചുകളാണ് വിട്ടുകളയുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ഫീൽഡിംഗ് ലാപ്സുകൾ അവരുടെ ഫീൽഡർമാരുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഫീൽഡിങ്ങിൽ ഒരുപാട് പുറകിലേക്ക് സൗത്ത് ആഫ്രിക്ക പോയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം. ഈ പറഞ്ഞതുപോലെ തന്നെ 283 റൺസ് എന്ന് പറയുന്ന ഒരു വലിയ വിജയലക്ഷ്യമാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിൽ വെച്ചത്. അത് ആ ഒരു അത്രയും വലിയൊരു 283 എന്ന് പറയുന്ന ഒരു ലക്ഷ്യം പിന്തുടരുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡെഫിനറ്റായിട്ടും ഇടയ്ക്കിടയ്ക്ക് വിക്കറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇനി നമുക്ക് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിങ്ങിലേക്കും ഇന്ത്യയുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കും പോകാം. ആദ്യം തന്നെ ഒരു വലിയ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ തുടങ്ങിയത്. അർഷദീപ് സിംഗിനെ പറ്റി പറയുമ്പോൾ എനിക്ക് എക്സലൻ്റ് ആയിട്ടൊരു ഫാസ്റ്റ് ബൗളർ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗത്ത് ആഫ്രിക്കൻ ബൗളേഴ്സിനെ നമ്മൾ കാണുമ്പോൾ അവർ പലരും ഈ സ്വിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവർ കൂടുതലായിട്ട് അവരുടെ പേസിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് തോന്നാറുണ്ട് അവരുടെ ഫാസ്റ്റ് ബൗളർമാർ. പക്ഷേ അർഷദീപിനെ സംബന്ധിച്ചിടത്തോളം അർഷദീപിൻ്റെ ആ ഒരു റൈറ്റ് ഹാൻഡർ ബാറ്റർമാർക്ക് ഒരു ഇൻകമിംഗ് ഡെലിവറി ഉണ്ട്, അകത്തേക്ക് വരുന്ന ബോൾ. അത് കളിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസിയല്ല. ആദ്യം ഇന്ത്യ നേടിയ 4 വിക്കറ്റുകളിൽ 3 വിക്കറ്റുകൾ നേടിയത് അർഷദീപ് സിംഗ് ആണ്. ആ അർഷദീപ് സിംഗിന്റെ 3 വിക്കറ്റുകളിൽ 2 വിക്കറ്റുകൾ അത് അവരുടെ പ്രധാനപ്പെട്ട 2 ബാറ്റർമാരെ ഔട്ടായത്, ഒന്ന് റീസ ഹെൻഡ്രിക്സും അതുപോലെ തന്നെ ഹെൻറിച്ച് ക്ലാസനും. 2 പേരും ഔട്ടായത് ഇതുപോലെയുള്ള ഒരു ഇൻസ്വിംഗ് ഡെലിവറികളാണ്. ഒന്ന് റീസ ഹെൻഡ്രിക്സ് ബൗൾഡായെങ്കിൽ ക്ലാസിന് മറുപടി ഇല്ലാത്തൊരു ബോളിൽ അദ്ദേഹം LBWയിൽ കുടുങ്ങുകയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എയ്ഡൻ മാർക്രം ഒരു വലിയ അടിക്ക് ശ്രമിച്ചിട്ട് അവിടെ തന്നെ നല്ല ഒരു ക്യാച്ച് എടുക്കാനായിട്ട് രവി ബിഷ്ണോയ്ക്ക് സാധിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഹാർദിക് പാണ്ഡ്യ റിക്കിൾട്ടനെ ഔട്ടാക്കുകയും ചെയ്തു. അങ്ങനെ 10 റൺസിന് 4 വിക്കറ്റ് എന്ന നിലയിലേക്ക് സൗത്ത് ആഫ്രിക്ക കൂപ്പുകുത്തി. പക്ഷേ അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും സൗത്ത് ആഫ്രിക്കൻ ബൗളർമാർ എറിയുന്ന സമയത്ത് ഒട്ടും തന്നെ ഒരു സ്വിങ്ങോ മൂവ്മെൻറ്റ്സോ ഒന്നും ലഭിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇന്ത്യൻ ബൗളർമാർ ബോൾ ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് ഇതെല്ലാം ലഭിക്കുന്നു. വേറെ ഒരു പിച്ചിലാണ്
പിച്ചിലാണോ വേറെ ഒരു കണ്ടീഷൻസിലാണോ നമ്മൾ കളിക്കുന്നതെന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു ബൗളിംഗ് പ്രകടനമായിരുന്നു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു തോന്നൽ പല ആരാധകരുടെ മനസ്സിലും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ടോസ് എന്ന് പറയുന്നത് ക്രൂഷ്യലാണ് എന്ന് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞു അവിടെ മത്സരം ആരംഭിച്ചത് വൈകിട്ട് 5 മണിക്കാണ് എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു സെഷൻ കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിയും. അപ്പോൾ ഒരു 6:30 മണിയായി കാണും ആദ്യത്തെ സെഷൻ അവസാനിപ്പിക്കുമ്പോൾ. പിന്നെ അതിനുശേഷം ഒരു 10-15 മിനിറ്റിൻ്റെ ബ്രേക്കിന് ശേഷം ഒരു 7 മണിക്ക് ആയിരിക്കണം ഇന്ത്യ ബൗൾ ചെയ്യാനായിട്ട് ആരംഭിച്ചത്. അപ്പോൾ 7 മണി എന്ന് പറയുന്ന സമയം എന്ന് പറയുന്നത് ലൈറ്റ്സ് എല്ലാം ഓൺ ആയി സ്റ്റേഡിയത്തിൽ. ഒരു സന്ധ്യ സമയം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സമയത്താണ് ഇന്ത്യ ബൗളിംഗ് ആരംഭിച്ചത്. ആ ഒരു സമയത്ത് ഈ ബോളുകൾ വളരെയധികം സ്വിങ് ചെയ്യുന്ന സമയമാണ്. ഇപ്പം നമ്മൾ ഈ ടെസ്റ്റ് മാച്ചുകളിൽ പിങ്ക് ബോൾ ടെസ്റ്റ് മാച്ചുകൾ എന്ന് പറയും, അതായത് ഡേ നൈറ്റ് ടെസ്റ്റ് മാച്ചുകൾ ഇപ്പം നമ്മൾ കളിക്കാൻ പോകുന്നുണ്ട്. അഡ്ലൈഡിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ പിങ്ക് ബോൾ ടെസ്റ്റ് മാച്ചുകളാണ്. അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ സന്ധ്യ സമയം, അതായത് ഈ ലൈറ്റൊക്കെ ഓണായി വരുന്ന സമയത്ത് ഈ പിങ്ക് ബോൾ ഭയങ്കരമായിട്ട് സ്വിങ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് വൈറ്റ് ബോളും. അതാണ് ആ ഒരു കണ്ടീഷൻസിൽ നമ്മൾ ടോസ് ജയിച്ചു കഴിഞ്ഞാൽ 5 മണിക്ക് ബോൾ ഒട്ടും തന്നെ സ്വിങ് ആവില്ല. ആ ഒരു സമയത്ത് ബാറ്റ് ചെയ്യുന്നത് കൂടുതൽ ഈസി ആയിരിക്കും. പക്ഷേ ആ ഒരു സന്ധ്യ സമയത്ത് ലൈറ്റൊക്കെ ഓണായി വരുന്ന സമയത്ത് എന്ന് പറയുന്നത് ബോൾ ഭയങ്കരമായിട്ട് സ്വിങ് ചെയ്യുമെന്നുള്ളതാണ്. നമ്മൾ കണ്ടല്ലോ. അതുപോലെ തന്നെ 2 ബൗളർമാരും ഇന്ത്യയുടെ ഹർഷദീപ് സിംഗ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ ആയിക്കോട്ടെ, രണ്ടുപേരും ബൗൾ ചെയ്യുമ്പോൾ ബോൾ സ്വിങ് ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ ശരിക്കും കണ്ടാണ്. അതുകൊണ്ടാണ് രമൺദീപ് സിംഗിനെ കൊണ്ടുപോലും 3 ഓവർ എറിയിക്കാനായിട്ട് സൂര്യകുമാർ യാദവ് തയ്യാറായത് എന്നുള്ളതാണ്. കാരണം മാക്സിമം ഫാസ്റ്റ് ബോളേഴ്സ് ഇനീഷ്യലി എറിയുക ഒരു 8 ഓവറോ 10 ഓവർ വരെയൊക്കെ അതിൻ്റെ ഒരു സ്വിങ് ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ എറിയാനായിട്ട് സാധിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ എറിയാനായിട്ട് തീരുമാനിച്ചത് എന്നുള്ളതാണ്. ഒരു ഫാസ്റ്റ് ബോളർ വേണമെങ്കിൽ ഷോർട്ടായിരുന്നു, പക്ഷെ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോസ് കിട്ടിയില്ലെങ്കിൽ അത് വേറൊരു പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 സ്പിന്നർമാരെ കളിപ്പിച്ചത് നന്നായി എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റർമാർക്ക് ആർക്കും തന്നെ വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും നൽകാനായിട്ട് സാധിച്ചില്ല. ത്രൈസ്റ്റൺ സ്റ്റബ്സ് ഒരു 43 റൺസിൻ്റെ അടുത്ത് നേടി. അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ ഒട്ടും ഫോമില്ലാതെ അദ്ദേഹം കുറച്ച് റൺസുകൾ നേടി. പിന്നെ മാർക്കോ യാൻസൺ കുറച്ച് റൺസുകൾ നേടി. ഇത് മാത്രമാണ് അവർക്ക് നേടാനായത്. ഏതായാലും ഈ ഇന്ത്യയുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ഇനീഷ്യലി ഉള്ള ഒരു ബൗളിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞു. പിന്നെ സ്പിന്നർമാരുടെ ഇടയിലേക്ക് വരുന്ന സമയത്ത് ഈ ലെങ്ത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ മാർക്കോ യാൻസൺ ആയിക്കോട്ടെ, ഡേവിഡ് മില്ലർ ആയിക്കോട്ടെ, വരുൺ ചക്രവർത്തിയെയും അതുപോലെ രവി ബിഷ്ണോയിനെയൊക്കെ 6 അടിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞിരുന്നു ലെങ്ത് കുറച്ച് കയറി പോകുന്നത് കൊണ്ടാണ്. അതായത് ഒരു 6 അടിക്കാൻ പറ്റുന്ന സ്ലോട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഓവർ പിച്ച് ആയിട്ടുള്ള ബോളുകൾ കൂടുതൽ പോകുന്നത് കൊണ്ടാണ് 6 അടിക്കാനായിട്ട് അവർക്ക് ഈസി ആയിട്ട് സാധിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് ഒരു സ്റ്റേജിൽ എനിക്കൊന്ന് 16ാമത്തെ ഓവറിന് ശേഷമാണെന്ന് തോന്നുന്നു, 15ാമത്തെ ഓവറിന് ശേഷമാണെന്ന് തോന്നുന്നു അക്സർ പട്ടേലിനെ ബൗളിങ്ങിന് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ലെങ്ത് വളരെ നല്ലൊരു ലെങ്ത് ആയിരുന്നു. ജെറാഡ് കോട്സി ഔട്ടായ ഒരു ബോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് കയറിയല്ല ബോൾ വീഴുന്നത്, അദ്ദേഹം കുറച്ചൊരു ഗുഡ് ലെങ്ത് ഏരിയയിലാണ്. അപ്പോൾ അവിടെ നിന്ന് എടുത്തടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അത് പലപ്പോഴും മിസ്സിറ്റായി മാറാറുമുണ്ട്. ഏതായാലും ആ ഒരു ലെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. എക്സലൻ്റ് ആയിട്ടൊരു ഒരു പ്രകടനം ബാറ്റിങ്ങും ബോളിങ്ങും എല്ലാം തന്നെ. ബാറ്റിങ്ങിൽ സഞ്ജു സാംസണും തിലക് വർമ്മയും കത്തിക്കേറിയപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വാണ്ടറേഴ്സിൻ്റെ ഒരു ആകാശത്ത് സിക്സറുകളുടെ ഒരു പെരുമഴ പെയ്യിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. കണ്ണിന് ഇത്രയും ഒരു ആനന്ദദായകമായ ഒരു കാഴ്ച, അത് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു. അതിനുശേഷം സ്വിംഗ് ബൗളിങ്ങിൻ്റെ ഒരു മാസ്മരീകത കാണിക്കുന്ന ഒരു പ്രകടനം ഹർഷദീപ് സിംഗിൻ്റെയും അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയുടെയും ഭാഗത്തു നിന്നും എക്സലൻ്റ് ആയിട്ടുള്ള ബൗളിംഗ് പ്രകടനം. അത് സൗത്ത് ആഫ്രിക്ക ഒരു വലിയ പടുകുഴിയിലേക്കാണ് തള്ളിയിട്ടത്. 10 റൺസിന് 4 വിക്കറ്റ്, അതായത് 283 എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യം പിന്തുടരുമ്പോൾ 10 റൺസ് നേടുമ്പോഴേക്കും 4 വിക്കറ്റ് നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് അസാധ്യം തന്നെയാണ് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഇന്ത്യ 3-1 ഈ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ 2024 ഇന്ത്യ കളിച്ച 26 T20 മത്സരങ്ങളിൽ 24 മത്സരങ്ങളും ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ലോകകപ്പ് അടക്കം, അതായത് 2 മത്സരങ്ങളിൽ മാത്രമാണ് ഇന്ത്യ പരാജയം രുചിച്ചിരിക്കുന്നത്. ഫുൾ ടീമായിട്ടല്ല ഇന്ത്യ കളിച്ചതെന്ന് നമ്മൾ ഓർക്കണം. പല താരങ്ങളും ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായിട്ട് ഓസ്ട്രേലിയയിലാണുള്ളത്. എന്നിട്ട് പോലും ഇന്ത്യക്ക് ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഹാറ്റ്സ് ഓഫ് ടു ഇന്ത്യൻ ടീം. കൺഗ്രാജുലേഷൻ വൺസ് അഗെയിൻ ഫോർ ഇന്ത്യൻ ടീം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.